കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആയിരിക്കുന്ന നാം ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം എന്നുള്ളത്, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അത് താന്താൻ്റെ നിലയിലായിട്ടത്രേ എന്ന കൊരിന്ത്യർക്കെഴുതിയിൽ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർക്ക് യേശു ദൃഷ്ടാന്തമായി കാണിച്ചതാണ്. മാളികമുറിയിൽ ഇരുന്ന ശിഷ്യന്മാരെ യേശു സമാധാനപ്പെടുത്തി പറഞ്ഞത്, ഭൂതത്തിൽ എന്നിൽ കാണുന്ന പോലെ മാംസവും അസ്ഥിയുമില്ലല്ലോ, എന്നെ തൊട്ടു നോക്കുക. കർത്താവായ യേശുവിൻ്റെ ശരീരത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയതും ആണിപ്പഴുതുകളേറ്റ കരത്തെയും കാണിച്ച് യേശുവിനെ തന്നെ വെളിപ്പെടുത്തി അവ മാംസമസ്ഥയോടുകൂടിയാണ് ആയിരിക്കുന്നത് തെളിവാക്കുകയും, അതുപോലെ അവർ കാണുകെ വറുത്ത മീനും തേൻകട്ടയും അവർ കാണുകെ ഭക്ഷിച്ചു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ നിന്ന് തിന്നുപിടിക്കുകയും സിംഹാസനങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഗോത്രം പന്തലിന് ന്യായം വിധിക്കും. നമ്മുടെ കർത്താവിലുള്ള നിത്യജീവൻ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി നമുക്ക് അവനോടുകൂടെ ജീവിക്കുവാനുള്ള പരമാർത്ഥമായുള്ള ഒരു വാഗ്ദത്തമാണ് കർത്താവ് തന്നിരിക്കുന്നത്. അത് മറന്ന് രോഗശാന്തി ഈ ലോകത്തിൻ്റെ ജീവിത സുഗലമായുള്ള ജീവിതങ്ങളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ, യേശുവിനെ നാമത്തിൽ അങ്ങനെ പോയാൽ നരകവേദന അനുഭവിക്കേണ്ടി വരും. നരകവേദന ചാകാത്ത പുഴു കെടാത്ത തീയും ആയ ഒരു സ്ഥലമാണ് നരകം എന്ന് പറയുന്നത്. അത് ഉള്ള കാലവും ആ തീയിൽ കിടന്ന് വേദന അനുഭവിക്കേണ്ടി വരും. മരണത്തിൽ അവസ്ഥയിലായി യേശുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു മരിച്ചു പിന്നെ ജീവിക്കയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ കർത്താവിൽ ജീവിക്കും, യേശുവിൽ ജീവിക്കും. യേശുവിനോട് കൂടെ ഈ ഭൂമിയിൽ 1000 ആണ്ടും 1000 ആണ്ട് കഴിഞ്ഞിട്ട് ഈ ഭൂമിയും അതിലുള്ള പണികളും എല്ലാം കത്തിയരിയും നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും നിത്യമായി വസിക്കുവാൻ കർത്താവ് ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ മണവാട്ടിക്കായിട്ട് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ നാളുകളിൽ ഉണർന്ന് കർത്താവിനോട് എപ്പോഴും അപേക്ഷയായിട്ടും പ്രാർത്ഥനയായിട്ടും ആയിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവരും ഉണരുക, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക, ദൈവകൃപയിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. മനുഷ്യരുടെ കൃപയിലല്ല, യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിത്യമായിരിക്കുന്ന ജീവരക്ഷ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.